ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്, അതേകണക്ക് തന്നെ എങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ കെമിക്കൽ ഇക്വേഷൻ? Okay, a chemical equation is a short way of writing a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്ന ഷോർട്ട് വേയിൽ എഴുതുന്ന രീതിയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പം ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഷോർട്ടാക്കി എഴുതാം? H2 പ്ലസ് O2 ഗീവ്സ് H2O. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും എന്താണ്? റിയാക്റ്റൻസ് ആണ്. H2O വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വാട്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റിയാക്റ്റൻറ്റിൻ്റെ സൈഡിന്, അതായത് ഈ ഹൈഡ്രജനും ഓക്സിജനും നിൽക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ സൈഡിന് നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്ന് വിളിക്കുന്നത്. ഇനി പ്രോഡക്റ്റിൻ്റെ സൈഡ്, ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ പ്രോഡക്റ്റിൻ്റെ സൈഡിനെ നമ്മൾ വിളിക്കുന്നത് RHS, റൈറ്റ് ഹാൻഡ് സൈഡ് RHS ഓഫ് ദ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇക്വേഷനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? വൈ ഡു വി നീഡ് ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ? അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു റൂളാണ്. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന റൂൾ എന്താ പറയുന്നത്? മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. മാറ്ററിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല എന്നാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ദാറ്റ് മീൻസ് number of atoms on the left hand side of a chemical equation must be equal to the number of atoms on the right hand side of equation. അതായത് ഒരു കെമിക്കൽ ഇക്വേഷൻ്റെ റിയാക്റ്റൻ്റെ സൈഡിലുള്ള ആറ്റംസും പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ള ആറ്റംസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ടൈമിൽ ഈ റിയാക്റ്റൻറ്റിൻ്റെ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ആറ്റംസ് ജസ്റ്റ് എന്ത് ചെയ്യത്തേ ഉള്ളൂ? റീഅറേഞ്ച് ചെയ്യത്തതേ ഉള്ളൂ. ഓക്കെ, റീഅറേഞ്ച് ചെയ്ത് ഒരു ന്യൂ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ന്യൂ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പം ഇവിടെ എന്ത് ചെയ്യത്തില്ല? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലുള്ള ആറ്റംസ് ഇൻക്രീസ് ആവോ ഡിക്രീസ്, അതായത് ന്യൂ ഇൻക്രീസ് ആവുക മീൻസ് ന്യൂ ആറ്റംസ് അവിടെ ഫോം ചെയ്യത്തില്ല, ഡിക്രീസ് ആവത്തില്ല മീൻസ് ആറ്റംസ് ലൂസായി പോകത്തൊന്നുമില്ല. എത്ര ആറ്റംസ് റിയാക്റ്റൻ സൈഡിലുണ്ടോ അതെല്ലാം റീഅറേഞ്ച് ചെയ്ത് ഒരു ന്യൂ പ്രോഡക്റ്റ് ആയിട്ട് മാറത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ, ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ എന്ന്. ഇവിടെ നോക്കിക്കേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. ഹൈഡ്രജൻ ആറ്റംസ് 2 ആണുള്ളത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കേ, ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ട്? 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. സോ ഹൈഡ്രജൻ ആറ്റംസ് എന്താണ്? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ആണ്. ഇനി ജസ്റ്റ് ഓക്സിജൻ ആറ്റംസ് ചെക്ക് ചെയ്ത് നോക്കിക്കേ, ഓക്സിജൻ ആറ്റംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്രയുണ്ട്? 2 ഉണ്ട്. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓക്സിജൻ ആറ്റംസ് നോക്കിക്കേ, 1 ഓക്സിജൻ ആറ്റം ആണുള്ളത് അല്ലേ. സോ ഇവിടെ എന്താണ്? അൺഈക്വൽ നമ്പറാണ് ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്സിജൻ ആറ്റം ലെഫ്റ്റിലും റൈറ്റിലും എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ എന്താണ്? ബാലൻസ്ഡ് അല്ല അല്ലേ. H2 പ്ലസ് O2 എന്ന് പറയുന്ന ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഇനി നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന്. അപ്പം നമ്മൾ ബാലൻസ് ചെയ്യാൻ മീൻസ് എന്താണ്? ബോത്ത് സൈഡ്സിലും LHSലും RHSലുമുള്ള ആറ്റംസിനെ എന്താണ്? ഈക്വൽ ആക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ബാലൻസിങ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആറ്റത്തിനകത്തോട്ട് നമ്പേഴ്സ് അൺഈക്വൽ ആയിട്ടുള്ളിടത്തോട്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആറ്റംസിനെ ഈക്വൽ ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഒരിക്കലും കെമിക്കൽ ഫോർമുലാസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പം H2O
ഓക്കെ, ഇപ്പോൾ നമുക്ക് H2Oയിൽ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്? ഓക്സിജൻ ആറ്റത്തിനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം H2 + O2 gives H2O. ഇതിനകത്ത് പിന്നെ ഓക്സിജൻ ആറ്റമാണ് എന്തായിട്ടുള്ളത്? അൺഈക്വൽ ആയിട്ടുള്ളത്. സോ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും H2Oയിൽ ഈ ഓക്സിജനിൽ H2O2 ഇങ്ങനെ കൊടുത്താൽ അത് റോങ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കെമിക്കൽ ഫോർമുല കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു പോകും, കോമ്പൗണ്ട് ചേഞ്ച് ആവും. ഓക്കെ, വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് മാറി ഇത് വേറൊരു കോമ്പൗണ്ടായിട്ട് മാറും. സോ ഒരിക്കലും കെമിക്കൽ ഫോർമുലാസിന് ഉള്ളിൽ കയറിയിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. എപ്പോഴും കോഎഫിഷ്യൻസ് ആയിട്ട് മാത്രമേ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. മീൻസ് ഇപ്പോൾ H2Oയിൽ O കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ H2Oൻ്റെ ഫ്രണ്ടിൽ വേണം, H2Oൻ്റെ ഫ്രണ്ടിലായിട്ട് വേണം, കോഎഫിഷ്യൻ്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്പേഴ്സ് നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, സോ Oയ്ക്ക് 2 കൊടുക്കണമെങ്കിൽ H2Oൻ്റെ ഫ്രണ്ടിൽ വേണം നമ്മൾ 2 കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ H2 + O2 gives H2O, ഹൈഡ്രജൻ + ഓക്സിജൻ gives വാട്ടർ, ഈ ഇക്വേഷനെ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആറ്റംസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം ഉണ്ടല്ലേ. ഓക്കെ, അതേ കണക്ക് RHS എടുക്കുക. RHSൽ ഏതൊക്കെ ആറ്റംസാണ്? ഹൈഡ്രജൻ ആറ്റംസ്, ഓക്സിജൻ ആറ്റംസ്. അപ്പം LHSൽ ഹൈഡ്രജൻ ആറ്റംസിനെ കൗണ്ട് ചെയ്തേ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. RHSൽ ഹൈഡ്രജൻ ആറ്റം കൗണ്ട് ചെയ്തേ 2 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. ഇനി ഓക്സിജൻ ആറ്റംസ് നോക്കിക്കേ, LHSൽ 2 ആണ്, RHSൽ 1 ആണ്. അപ്പം ഹൈഡ്രജൻ ആറ്റംസ് ഓക്കെ ആണ്, ബട്ട് എന്താണ് അൺഈക്വൽ ആയിട്ടുള്ളത്? ഓക്സിജൻ ആറ്റംസ്. സോ നമുക്ക് എന്തിനാണ് കറക്റ്റ് ചെയ്യേണ്ടത്? ഓക്സിജൻ ആറ്റംസിനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓക്സിജൻ ആറ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RHSലാണ് കുറവുള്ളത് അല്ലേ, ഒരെണ്ണം ഉള്ളത്. LHSൽ 2 ഉണ്ട്. അപ്പം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓക്സിജൻ ആറ്റത്തിന് 2 ആക്കണം. ഓക്സിജൻ ആറ്റത്തിന് 2 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? H2O ഇപ്പോൾ H2 ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. ഈ H2O വാട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ വേണം ഒരു 2 കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? H2 + O2 gives 2H2O. ഇങ്ങനെ കറക്റ്റ് ചെയ്യാം അല്ലേ. ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് നോക്കിക്കേ. ഇനി കൗണ്ട് ചെയ്ത് നോക്കിക്കേ, ഓക്സിജൻ ആറ്റംസ് എത്രയുണ്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഓക്സിജൻ ആറ്റംസ്, റൈറ്റിലോട്ട് പോകുമ്പോഴും എത്രയാണ്? 2 ഓക്സിജൻ ആറ്റംസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ലെഫ്റ്റിലും റൈറ്റിലും ഓക്സിജൻ ആറ്റംസ് കറക്റ്റായി അല്ലേ. ഇനി ഒന്ന് ഹൈഡ്രജൻ നോക്കിക്കേ. H2Oൻ്റെ ഫ്രണ്ടിൽ 2 കൊടുത്ത സമയത്ത് ഹൈഡ്രജൻ്റെ നമ്പർ എന്ത് ചെയ്തു? റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ ചേഞ്ച് ആയി അല്ലേ. 2H2 എന്നായി. 2H2 മീൻസ് ടോട്ടൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ആയി. ഇപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹൈഡ്രജൻ ആറ്റംസ് ഇപ്പം 4 ആയി. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയാക്റ്റൻ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസേ ഉള്ളൂ? 2 ഹൈഡ്രജൻ ആറ്റംസേ ഉള്ളൂ അല്ലേ. 2 ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആണ് കുറവുള്ളത്, 2 ആയിട്ടുള്ളത്. അതിനെ നമുക്ക് 4 ആക്കണം. അതിനെ 4 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഹൈഡ്രജൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 2H2 + O2 gives 2H2O. ഇനി കൗണ്ട് ചെയ്ത് നോക്കിക്കേ, ഇത് എത്ര? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ആയി? 4 ഹൈഡ്രജൻ ആറ്റംസ്. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 2 ഓക്സിജൻ ആറ്റംസ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 4 ഹൈഡ്രജൻ ആറ്റംസ്. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 2 ഓക്സിജൻ ആറ്റംസ്. അപ്പം നമ്പർ ഓഫ് ആറ്റംസ്, ഹൈഡ്രജൻ ആറ്റംസും ഈക്വലായി, ഓക്സിജൻ ആറ്റംസും ബോത്ത് സൈഡ്സിലും ഈക്വലായി അല്ലേ. LHS = RHS, രണ്ട് സൈഡിലും ഈക്വലായി നമ്പർ ഓഫ് ആറ്റംസ്. സോ എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്? 2H2 + O2 gives 2H2O. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ്റെ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2H2 + O2 gives 2H2O ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എന്താണ് പഠിച്ചല്ലേ. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ ഇക്വേഷൻ ഈസ് എ ഷോർട്ട് വേ ഓഫ് റൈറ്റിംഗ് എ
കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന് ഷോർട്ട് വേയിൽ എഴുതുന്ന രീതിയാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. അത് എങ്ങനെ ബാലൻസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു. അപ്പം നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു കോമ്പൗണ്ടിലോട്ട് ഒരു ഫോർമുലയിലോട്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഫോർമുലാസിൻ്റെ ഫ്രണ്ടിൽ വേണം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ. കോഎഫിഷ്യൻസ് ആയിട്ട് വേണം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കെമിക്കൽ ഫോർമുലാസിൻ്റെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കൂടുതൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനും അതേ കണക്ക് തന്നെ ബാലൻസ് ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്സും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.